2013 ലോകത്ത് ഏറ്റവും വലിയ GDP ഉള്ള 10 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ റാങ്ക് 10ാം സ്ഥാനത്തായിരുന്നു. ഇന്ത്യയുടെ GDP 1.86 ട്രില്യൺ US$ ആയിരുന്നു. ഒന്നാമത് US-ഉം, രണ്ടാമത് ചൈനയും, മൂന്നാമത് ജപ്പാനും, 10ാമത് ഇന്ത്യയുമായിരുന്നു. 2025 അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ 2014 വരുന്നു. 2025 ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് 4.19 ട്രില്യൺ US$ ആണ്. ഇന്ത്യ ലോകത്തെ 4ാമത്തെ ഏറ്റവും വലിയ GDP ഉള്ള രാജ്യമാണ്. കഴിഞ്ഞ 10-11 വർഷം നരേന്ദ്രമോദി ഭരിച്ച ഇന്ത്യയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പോഴും പലരും വന്നിട്ട് നരേന്ദ്രമോദി എന്ത് ചെയ്തു, നരേന്ദ്രമോദി രാജ്യത്തെ തകർക്കുന്നു, നരേന്ദ്രമോദി എല്ലാം ഊതി വീർപ്പിച്ചതാണ്, കെട്ടിപ്പൊക്കിയതാണ്, എല്ലാം കാപട്യമാണ്, എല്ലാം ഫേക്ക് ആണ്, ഈ GDP-യുടെ കണക്കൊന്നും ഇന്ത്യയിൽ ഇവിടെ ആരെങ്കിലും ഇരുന്ന് പറയുന്നതല്ല. IMF-ഉം വേൾഡ് ബാങ്കും പോലെയുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ കൃത്യമായ കണക്കുകളാണ്. 2013 അവരുടെ കണക്കായിരുന്നു, 2025 അവർ തന്നെ പുറത്തുവിടുന്ന കണക്കുകളാണ്, അല്ലാതെ ഇന്ത്യക്കാർ പറയുന്നതല്ല. അപ്പൊ ഇവിടെ GDP ഗ്രോത്ത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇന്ത്യ കഴിഞ്ഞ 10-11 വർഷം കൊണ്ട് എത്രമാത്രം വളർന്നുവെന്ന്. 1.8 ട്രില്യണിൽ നിന്ന് 4.2 ട്രില്യൺ എന്ന് പറയുമ്പോൾ ഇരട്ടിയിലധികമാണ് ഇന്ത്യയുടെ GDP ഗ്രോത്ത്. ഇനി ആരും പെർ ക്യാപിറ്റയുടെ കാര്യം പറഞ്ഞു വരരുതേ. കാരണം 2013 ഇന്ത്യയുടെ പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 1438 US$ ആണ്. എന്നാൽ 2025 ഇന്ത്യയുടെ പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 2880 ആണ്. ഇരട്ടിയോളം വളർച്ചയാണ് പെർ ക്യാപിറ്റയിൽ ഉണ്ടായിരിക്കുന്നത്. എന്ന് വെച്ചാൽ GDP-യും പെർ ക്യാപിറ്റയും ഇരട്ടിയായിരിക്കുകയാണ് 2013 നിന്ന് 2025 എത്തുമ്പോൾ. ഞാനിത് പറയാൻ കാരണം ഇപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ താറടിച്ച് കാണിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ രാജ്യത്തുണ്ട് എന്നതുകൊണ്ടാണ് വീണ്ടും ഇത് പറയേണ്ടി വരുന്നത്. ഇന്ത്യ ഗവൺമെന്റ് നിലവിലെ ഭരണകൂടത്തിന്റെ കാലത്ത് ഇന്ത്യ എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്നുണ്ട്. കണക്കുകൾ വെച്ചാണ് പറയുന്നത്, വെറുതെ നമ്മൾ വായ്ത്താളം അടിക്കുന്നതല്ല. ഇന്നലെ ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ നോമിനൽ GDP 8% ഈ 26-27 സാമ്പത്തിക വർഷത്തിൽ വളരും. റിയൽ GDP 7.4% വളരുമെന്നും കൃത്യമായിട്ടും ഇന്നലെ കണക്കുകൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇനി വരുന്ന സാമ്പത്തിക വർഷം വീണ്ടും ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് കൂടുതലാണ് കാണിക്കുന്നത്. അതായത് ഇന്ത്യ സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാനിവിടെ ഒരു കമന്റിനെ കുറിച്ച് പറയാം. അതായത് നമ്മൾ ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ ഒരാൾ വന്നിട്ട കമന്റാണ്, ആത്മാഭിമാനം നഷ്ടപ്പെട്ട മോദിയെ വെളുപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്നവൻ. ഇത് കേൾക്കുമ്പോൾ സംഘികൾക്ക് ഒരു സമാധാനമൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞത് ഇന്ത്യ US-നെ വളരെ തന്ത്രപരമായി തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലാതെ ഇന്ത്യ എടുത്തടിച്ച പോലെ റിയാക്ട് ചെയ്യാത്തതാണ് നല്ലത്. അമേരിക്കയെ പോലൊരു രാജ്യത്തിനെ നമ്മൾ വെറുപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിനെ ബാധിക്കും. ഇപ്പൊ ട്രംപിന് 4 വർഷം അവിടെ അധികാരത്തിൽ ഇരിക്കാം. ഈ 4 വർഷം വേണമെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ തടയാനുള്ള ശേഷി ട്രംപിനുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിനെ എതിർത്തുകൊണ്ട് മൈക്രോസോഫ്റ്റും ഗൂഗിളും ആപ്പിളും ഒന്നും ഇന്ത്യയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നിലവിൽ തന്നെ ലക്ഷക്കണക്കിന് കോടി ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് മൈക്രോസോഫ്റ്റ്, ആമസോൺ, അതുപോലെ ഗൂഗിൾ പോലെയുള്ള കമ്പനികൾ, ഫേസ്ബുക്ക് പോലെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓൾറെഡി ആപ്പിൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിനെ നമ്മൾ വെറുപ്പിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ ബാധിക്കും. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് മിണ്ടായിരിക്കുന്നത്. നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ നല്ല 4 മാസ് ഡയലോഗ് പറയാൻ ട്രംപിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, അത് നമ്മുടെ രാജ്യത്തിന് ദോഷമായി മാറും. അത്തരം മോദിയുടെ ഇമേജ് നോക്കിയിട്ട് അല്ലെങ്കിൽ മോദിക്ക് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് മോദി എന്തെങ്കിലും ചെയ്താൽ അത് ഇന്ത്യക്ക് ദോഷമായിട്ട് മാറും. അവിടെ പക്വതയുള്ള ഒരു ഭരണാധികാരിയായിട്ടാണ് നരേന്ദ്രമോദിയെ കാണാൻ കഴിയുന്നത്. ഇവിടെ ചിലരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകൻ ചത്താലും വേണ്ടില്ല, മരുമോള് വിധവയായി കണ്ടാൽ മതി എന്ന് പറയുന്ന പോലെയാണ്. രാജ്യം നശിച്ചു പോയാലും വേണ്ടില്ല, നരേന്ദ്രമോദിയെ ആളുകളുടെ മുമ്പിൽ എങ്ങനെയെങ്കിലും കളിയാക്കണം, താറടിച്ച് കാണിക്കണം, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഒന്നിനും കൊള്ളാത്ത ആളാണെന്ന് വരുത്തി തീർക്കണം. അതാണ് ചില മനുഷ്യരുടെ ചിന്ത എന്ന് പറയുന്നത്. നരേന്ദ്രമോദിക്ക് അമേരിക്കയെ ഭയമാണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപരോധ ഭീഷണി ഉണ്ടായിരുന്ന സമയത്ത് അതിന് പുല്ല് വില കൽപ്പിക്കാതെ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് S-400 വാങ്ങിയോ ഇല്ലയോ? ഒന്നാമത്തെ ചോദ്യം. ആ സമയത്ത് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. തുർക്കി റഷ്യയുടെ കയ്യിൽ നിന്ന് S-400 വാങ്ങിയതിന് തുർക്കിയെ F-35 പ്രോഗ്രാമിൽ നിന്ന് ട്രംപ് പുറത്താക്കി. തുർക്കിയുടെ മേൽ ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ആ സമയത്താണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് S-400 വാങ്ങുന്നത്. അമേരിക്ക ഒരു ചുക്കും ചെയ്തില്ല. ഇന്ത്യ ആ സമയത്ത് ഭീഷണിപ്പെടുത്തി, നരേന്ദ്രമോദി വകവച്ചില്ല. S-400 നമ്മൾ വാങ്ങി. ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തയായ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി പോലും ഭയപ്പെട്ട ഒന്നായിരുന്നു കാശ്മീരിലെ 370 അനുച്ഛേദം എടുത്തു മാറ്റുക എന്നത്. കാരണം അത് ഇന്ത്യക്ക് അകത്ത് മാത്രമല്ല, അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടാവും. ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ചൈനയിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, സകല മേഖലകളിൽ നിന്നും, യൂറോപ്പിൽ നിന്നും ഒക്കെ നമ്മുടെ മേൽ സമ്മർദ്ദം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട്
അവസാനം കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ മൻമോഹൻ സിംഗ് അടക്കമുള്ളവർ ഭയപ്പെട്ടിരുന്ന ഒന്നാണ് 370 അനുച്ഛേദം എടുത്തു മാറ്റുക എന്നത്. എന്നാൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ വകവയ്ക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്ന നരേന്ദ്രമോദി 370 അനുച്ഛേദം എടുത്തു മാറ്റി. ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാർക്ക് കഴിയാതിരുന്ന കാര്യം നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട്. ഇന്ത്യയില് ബോംബെയിലടക്കം അതിഭയാനകമായ ഭീകരാക്രമണം ഉണ്ടായി. രാജ്യത്തെ ഭരണസിരാ കേന്ദ്രങ്ങളിലടക്കം ഭീകരാക്രമണങ്ങൾ ഉണ്ടായി. ഇന്ത്യ ക്ഷമയോടെയാണ് അന്ന് അതിനെയൊക്കെ നേരിട്ടത്. തിരിച്ചടി കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോഴും അന്താരാഷ്ട്ര സമൂഹമായിരുന്നു പ്രശ്നം. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നതിന് ശേഷം 2 സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തി. 2016-ലും 2019-ലും. മൂന്നാമത്തേതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറില് പാകിസ്ഥാന്റെ നടുവൊടിച്ചിടാൻ നമുക്ക് കഴിഞ്ഞു. ആ ധൈര്യം മുൻകാലങ്ങളിൽ ഭരണാധികാരികൾ കാണിക്കാത്തതാണ്. അടൽ ബിഹാരി വാജ്പേയി ആണ് അവസാനമായിട്ട് കാർഗിലില് പാകിസ്ഥാന്റെ അഹങ്കാരത്തിന് ഒരു തിരിച്ചടി കൊടുക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മൾ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ സാഹചര്യം കൂടി മനസ്സിലാക്കണം. അതായത് 2000-ന് മുമ്പ് ഇന്ത്യ അമേരിക്ക റിലേഷൻ എന്ന് പറയുന്നത് അത്ര നല്ല ഒരു റിലേഷൻ ആയിരുന്നില്ല. പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയൻ തകരുന്നത് വരെയുള്ള കാലഘട്ടം. ആ സമയത്ത് ഇന്ത്യയെ ഒരു സോവിയറ്റ് സഖ്യരാജ്യമായിട്ടാണ് അമേരിക്ക കണ്ടത്. ഇന്ത്യ ചേരിചേരാ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞാലും ഇന്ദിരാഗാന്ധി വിളിച്ചപ്പോൾ ഉടനെ അവിടെ നിന്ന് മുങ്ങിക്കപ്പൽ അയക്കാൻ സോവിയറ്റ് യൂണിയൻ തയ്യാറായത് അവിടെയാണ്. അതായത് ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സോവിയറ്റ് യൂണിയൻ ഏറ്റെടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അമേരിക്ക ഇന്ത്യയെ ഒരു സോവിയറ്റ് അനുഭാവമുള്ള രാജ്യമായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് ഇന്ത്യ അമേരിക്ക ബന്ധം അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഇറാൻ ചെയ്യുന്നത് പോലെ ഉത്തര കൊറിയ ചെയ്യുന്നത് പോലെയൊക്കെ പലപ്പോഴും അമേരിക്കക്കെതിരായ ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അന്ന് ഇന്ത്യയും അമേരിക്കയും ഇതുപോലെ സുഹൃത്തുക്കളല്ല. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തുമ്പോഴും അമേരിക്കയുമായിട്ട് ഇന്നുള്ളത് പോലത്തെ സൗഹൃദമില്ല. അന്ന് അമേരിക്ക ഉൾപ്പെടെ ഇന്ത്യയുടെ മേൽ ഉപരോധങ്ങളും ഏർപ്പെടുത്തിയതാണ്. അതിനുശേഷം അടൽ ബിഹാരി വാജ്പേയി തന്നെയാണ് മുൻകൈ എടുത്തുകൊണ്ട് ഇന്ത്യ അമേരിക്ക റിലേഷനെ മെച്ചപ്പെടുത്തുന്നതിന് തുടക്കമിടുന്നത്. പിന്നീട് വന്ന മൻമോഹൻ സിംഗ് സർക്കാർ അത് തുടർന്നു പോയി. അതിനുശേഷം നരേന്ദ്രമോദി ആ ബന്ധം കൂടുതൽ ശക്തമാക്കി. ഇന്ന് അമേരിക്കയും ഇന്ത്യയും വളരെ തന്ത്രപരമായ ഒരുപാട് കരാറുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. അത് ട്രംപിന്റെ കാലത്ത് മാത്രമല്ല, ഒബാമയുടെ കാലത്തും ബൈഡന്റെ കാലത്തും അമേരിക്കൻ കമ്പനികൾ വൻതോതിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. വിവിധ മേഖലകളിലാണ് പരസ്പരം സഹകരിക്കുന്നത്. അപ്പോൾ പഴയ കാലത്തെ റിലേഷൻ അല്ല ഇന്ന് നമുക്ക് യുഎസുമായിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ എക്കണോമിക് ഗ്രോത്തിൽ യുഎസ് കാര്യമായി തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ണർ തന്നെയാണ്. അതുകൊണ്ടാണ് ട്രംപ് താരിഫ് കാണിച്ച് ഇന്ത്യയെ പ്രഷർ ചെലുത്താൻ ശ്രമിക്കുന്നത്. കാരണം നമ്മുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി അമേരിക്കയാണ്. സോ നമ്മളെ താരിഫ് കാണിച്ച് ട്രംപ് വിരട്ടാൻ നോക്കുന്നതിന്റെ കാരണവും അതാണ്. ഇന്ത്യയുടെ ഗവൺമെന്റ് സംയമനത്തോടെ ട്രംപിനെ പോലെ ഒരു അഹങ്കാരിയായ ഭരണാധികാരിയെ സംയമനത്തോടെ നേരിടുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിക്ക് അമേരിക്കയെ പേടിയുണ്ടെങ്കിൽ ആദ്യം നരേന്ദ്രമോദി റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് അമേരിക്ക പറഞ്ഞതൊക്കെ അങ്ങ് അനുസരിക്കില്ലേ? അതായത് റഷ്യയുടെ യുക്രൈനെ ആക്രമിച്ച നടപടിയെ അപലപിക്കാൻ നരേന്ദ്രമോദി തയ്യാറാവും. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങണ്ട എന്ന് തീരുമാനിക്കും. റഷ്യയിൽ നിന്ന് S-400 വേണ്ട എന്ന് തീരുമാനിക്കും. ഇപ്പൊ തുർക്കി S-400 റഷ്യക്ക് തിരിച്ചു കൊടുക്കാം, ഞങ്ങളെ കൂടെ കൂട്ടുമോ എന്ന് ചോദിച്ച് അമേരിക്കയുടെ പുറകെ നടക്കുന്നില്ലേ? അതുപോലെ നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ ചെയ്യാം. എന്തുകൊണ്ടായിരിക്കും ട്രംപിന് നരേന്ദ്രമോദിയുടെ അടുത്ത് ഇത്ര കലിപ്പ്? എന്തുകൊണ്ടായിരിക്കാം ട്രംപ് ദിവസം ഒരു തവണയെങ്കിലും മോദിയുടെ പേരെടുക്കുന്നത്? കാരണം ട്രംപിന്റെ ഈഗോ ഹർട്ടായിട്ടുണ്ട്. ട്രംപ് ഇത്രയും വലിയ ശക്തമായ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടും ട്രംപ് പറഞ്ഞിട്ട് നരേന്ദ്രമോദി അനുസരിച്ചില്ല എന്നൊരു ബോധ്യം ട്രംപിനുണ്ട്. ആ നാണക്കേട് മറയ്ക്കാനാണ് ട്രംപ് വീണ്ടും വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് വഴങ്ങി കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, അമേരിക്കയുടെ നിലപാടുകളെ പൂർണ്ണമായി തിരസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്. ഇന്ത്യയിലെ ചില പ്രൈവറ്റ് കമ്പനികൾ മാത്രമാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചിട്ടുള്ളത്. കാരണം ഈ കമ്പനികളുടെ മേൽ ഉപരോധം വരുമോ എന്ന ഭയം കൊണ്ട്. ഇന്ത്യയുടെ ഗവൺമെന്റിന് സ്വാധീനമുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇപ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. നമ്മളത് നിർത്താൻ പോകുന്നില്ല. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. 50% താരിഫ് അമേരിക്ക ഇന്ത്യയുടെ മേൽ ചുമത്തിയിട്ടും നരേന്ദ്രമോദി കുലുങ്ങിയിട്ടില്ല. 500% എന്ന് പറഞ്ഞിട്ടും കുലുങ്ങിയിട്ടില്ല. നയതന്ത്ര വഴികളിലൂടെ ചിലപ്പോൾ പല രീതിയിൽ പലരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അമേരിക്കയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അമേരിക്ക പറയുന്നിടത്ത് നമ്മൾ നിന്നുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അമേരിക്കയെ പേടിയുണ്ടെങ്കിൽ അങ്ങ് നിന്നുകൊടുത്താൽ പോരെ, ട്രംപിന് സന്തോഷാവും. ഇന്ത്യയെ അമേരിക്കയുടെ കീഴിൽ കിട്ടാത്തത് കൊണ്ടാണ് ട്രംപിന് ഈ ഫ്രസ്ട്രേഷൻ. അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് പറയുന്നത് ഇന്ത്യ അനുസരിക്കാത്തത് കൊണ്ടാണ് ട്രംപിന് ഇത്ര കലിപ്പ്. ഇതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കാലത്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, 370 എടുത്തു മാറ്റി, സർജിക്കൽ സ്ട്രൈക്ക് നടത്തി, ഓപ്പറേഷൻ സിന്ദൂർ നടത്തി, ട്രിപ്പിൾ തലാക്ക് നിർത്തലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ CDS ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന പൊസിഷൻ കൊണ്ടുവന്നു. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ മുൻ ഭരണാധികാരികൾ ചെയ്യാൻ ഭയപ്പെട്ടിരുന്നതെല്ലാം
യാതൊരു ഭയവും കൂടാതെ ചെയ്ത ആളാണ് നരേന്ദ്രമോദി. പ്ലാനിംഗ് കമ്മീഷനെ മാറ്റിയിട്ട് നീതി ആയോഗിനെ കൊണ്ടുവന്നു. ചേരിചേരാ നയം എന്നതിനെ പതിയെ മാറ്റിയിട്ട് മൾട്ടി അലൈൻമെന്റ് ആക്കി മാറ്റി, എല്ലാവരോടും സഹകരിക്കുന്ന നിലയിലേക്ക് മാറ്റി. അതുകൊണ്ടാണ് ഇറാനും അല്ലെങ്കിൽ ഉത്തര കൊറിയയും ഒന്നും ചെയ്യുന്നത് പോലെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കാത്തത്. നമ്മളെ ഇപ്പോൾ അതിന്റെ ടൈം അല്ല. നമ്മുടെ ഫോക്കസ് എക്കണോമിക് ഗ്രോത്ത് ആണ്. ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഫോക്കസ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയാണ്. ഈ സമയത്ത് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഷൈൻ ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ മൾട്ടി അലൈൻമെന്റ് എന്ന് പറയുന്ന ഒന്നിലേക്ക് പോയത് തന്നെ അവിടെ നമ്മൾ US-ഉമായിട്ടും സൗഹൃദത്തിലായിരിക്കും, റഷ്യയുമായിട്ടും സൗഹൃദത്തിലായിരിക്കും, എല്ലാവരുമായിട്ടും എല്ലാ സഖ്യങ്ങളുമായിട്ടും നമ്മൾ യോജിച്ച് പ്രവർത്തിക്കും. ആരെയും നമ്മൾ തള്ളിപ്പറയാനോ ആരെയും നമ്മൾ കുറ്റപ്പെടുത്താനോ ആർക്കെങ്കിലും എതിരെ പോകാനോ ശ്രമിക്കില്ല. എല്ലാവരുമായും സഹകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് മോദി ഗവൺമെന്റിന്റെ പോളിസി. നോർത്ത് കൊറിയയിൽ വരെ നമ്മൾ എംബസി കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ എല്ലാ പ്രധാനമന്ത്രിമാരും ഇന്ത്യയിൽ ഭയപ്പെട്ടിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നതും അങ്ങോട്ട് പോയതും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. സോ മുൻകാലങ്ങളിലെ ഭരണാധികാരികൾ ഭയപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഭയമില്ലാതെ ചെയ്തിട്ടുള്ള ആളാണ് നരേന്ദ്രമോദി. ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ എങ്ങനെയും തടയുക എന്നുള്ളത് ഡീപ് സ്റ്റേറ്റിന്റെ ലക്ഷ്യമാണ്. അപ്പൊ അവർക്ക് അതിനൊരു കാരണം വേണം, കൺവിൻസിംഗ് ആയിട്ട് ഇന്ത്യ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്യണം. സോ അവരാകെ കണ്ടുപിടിച്ചൊരു കാര്യമാണ് ഓയിൽ വാങ്ങുന്നു എന്നുള്ളത്. ആ ഓയിൽ വാങ്ങുന്നു എന്ന പേരിൽ, റഷ്യൻ ഓയിൽ വാങ്ങുന്നു എന്ന പേരിൽ അവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് അതിനെ ഒരു കാരണമാക്കി എടുക്കും. എന്നിട്ട് ഇന്ത്യയുടെ മേൽ ഉപരോധങ്ങൾ ചുമത്താനോ അല്ലെങ്കിൽ വീണ്ടും താരിഫ് ചുമത്താനോ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ വീണ്ടും മോശമാക്കാനോ ശ്രമിക്കും. കാരണം അമേരിക്കയുടെ ചൊൽപ്പടിക്ക് ഇന്ത്യയെ കിട്ടുന്നില്ല. ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മൾട്ടിപോളാർ വേൾഡ് ഉണ്ടാവുന്നതിനെ തടയുക എന്നതാണ്. ട്രംപ് യൂണിപോളാർ വേൾഡ് നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ട്രംപ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്? അമേരിക്ക ഇപ്പോഴും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു നേഷൻ തന്നെയല്ലേ, പവർഫുൾ അല്ലേ? പിന്നെ എന്തായിരിക്കാം അതിനു മുകളിൽ ട്രംപ് ആഗ്രഹിക്കുന്നത്? 20th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന യൂണിപോളാർ വേൾഡ് ആണ് ട്രംപിന്റെ സ്വപ്നം. സോവിയറ്റ് യൂണിയൻ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു യൂണിപോളാർ വേൾഡ് ആണ് ഉണ്ടായത്. പക്ഷെ സോവിയറ്റ് യൂണിയൻ വന്നപ്പോൾ അത് വീണ്ടും മൾട്ടിപോളാർ വേൾഡിലേക്ക് മാറുന്നു. എന്നാൽ 90കളോടുകൂടി സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ വീണ്ടും യൂണിപോളാർ വേൾഡിലേക്ക് വരുന്നു. അമേരിക്ക ഒറ്റയ്ക്ക് സൂപ്പർ പവർ പദവി എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇപ്പോൾ വീണ്ടും ചൈന പൊങ്ങി വരുന്നു, പതിയാണെങ്കിലും ഇന്ത്യ പൊങ്ങി വരുന്നു, റഷ്യ കൂടുതൽ ശക്തമാവുന്നു. അപ്പൊ വീണ്ടും ലോകം ഒന്നോ രണ്ടോ ശക്തികളല്ല, മൾട്ടിപ്പിൾ പവേഴ്സ് ആയിട്ട് മാറാൻ പോകുന്നു. ഇത് US-ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞ് ട്രംപ് വന്നിരിക്കുന്നത്. അമേരിക്കയെ വീണ്ടും ശക്തമാക്കി ഒരു യൂണിപോളാർ വേൾഡിനെ സൃഷ്ടിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അവിടെ അവരൊരിക്കലും ഒരു പവർഫുൾ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇന്ത്യ ഒരു പവർഫുൾ ശക്തിയായിട്ട് വളരുന്നത് കൊണ്ടാണ് അമേരിക്ക നമ്മളെ അവരുടെ തൊഴുത്തിൽ കെട്ടാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അവർ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ പതിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനുള്ള റീസൺസ് കണ്ടുപിടിക്കുകയാണ് ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത്. ശരിക്കും ഡീപ് സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള പണിയാണ് ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതും മനസ്സിലാക്കി നമ്മൾ കൂടുതൽ അവസരം അമേരിക്കയ്ക്ക് കൊടുക്കാതിരിക്കുക, അമേരിക്കയിലെ ജനങ്ങളെ ഇന്ത്യക്കെതിരെ തിരിക്കാതിരിക്കുക. കാരണം പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് ട്രംപ് മാറി നാളെ വേറൊരാൾ വരാം, പക്ഷെ ജനങ്ങളുടെ ചിന്താഗതി മാറിപ്പോയാൽ പണി കിട്ടും. അപ്പൊ ട്രംപ് 4 വർഷമേ അവിടെ ഇരിക്കൂ. ഈ വൃദ്ധനായിരിക്കുന്ന ട്രംപിന് ഇനി എത്ര കാലം ആരോഗ്യത്തോടെ ഭരിക്കാൻ പറ്റും? ഇയാളെ അങ്ങോട്ട് സഹിക്കുക. നാട്ടും പുറത്തൊരു ഭാഷയുണ്ടല്ലോ, കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന അമ്മാവനെ പോലെയാണ് ട്രംപ്. ഇയാളോടൊരു വഴക്കിന് പോയിട്ട് നമുക്കൊരു ഗുണവുമില്ല. മറിച്ച് അയാളുടെ ജൽപ്പനങ്ങളെ ചെവിക്കൊള്ളാതെ നമ്മൾ നമ്മുടെ വളർച്ചയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. ട്രംപിനെ പറഞ്ഞു തോൽപ്പിക്കാൻ നരേന്ദ്രമോദി ഒരു ഡിബേറ്റ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളൊന്നുമല്ല. ട്രംപ് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിക്കോട്ടെ, നമുക്ക് ലക്ഷ്യം നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയാണ്. നമ്മൾ ട്രംപിനെ എന്തെങ്കിലും പറഞ്ഞാൽ അയാളെ സ്നേഹിക്കുന്ന കുറെ ആളുകൾ അവിടെയുണ്ട്, അവരെ കൂടി നമ്മുടെ ശത്രുക്കളാക്കാമെന്നുള്ളതേ ഉള്ളൂ. മറിച്ച് നമ്മൾ മിണ്ടാതിരുന്നാലോ പതിയെ പതിയെ ഒരു സൈഡിൽ കൂടി നമുക്ക് വളർന്നുകൊണ്ടിരിക്കാം. ട്രംപും അമേരിക്കയും ഈ കാണിക്കുന്നത് അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തൽ മാത്രമാണെന്ന് മനസ്സിലാക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.